സഭാതാരകയിൽ സേവികാസംഘ ദിനം തെറ്റിച്ചെഴുതിയ മെത്രാച്ചൻ. 2024 ഡിസംബർ 22 ഞായറാഴ്ച ഒട്ടുമിക്ക മാർത്തോമാ പള്ളികളിലും മാർത്തോമാ മെത്രാപ്പൊലീത്ത അഭിവന്യ തിയോഡോഷ്യസ് മാർത്തോമയുടെ സർക്കുലർ നമ്പർ 146 വായിക്കുകയുണ്ടായല്ലോ. മലങ്കര മാർത്തോമാ സഭയുടെ ഔദ്യോഗിക നാവായ മലങ്കര സഭാതാരക 132 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു എന്ന് തുടങ്ങുന്ന സർക്കുലർ. മാർത്തോമാ സഭയുടെ മുഖപത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന മാസികയാണ് മലങ്കര സഭാതാരക. ഇതിൽ സഭാസംബന്ധിയായ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്നു. പക്ഷേ മലങ്കര സഭാതാരകയിലും ഗുരുതരമായ പിശകുകൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ചോദിക്കും, എന്ത് എന്ന്? മാർത്തോമാ സഭയിലെ സ്ത്രീകൾക്കായുള്ള സംഘടനയാണ് മാർത്തോമാ സുവിശേഷ സേവികാ സംഘം. ഇതിൻ്റെ പ്രസിഡന്റ് തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പയാണ്. ഒരു വനിതയ്ക്ക് പകരം ഒരു പുരുഷൻ പ്രസിഡന്റായിരിക്കുന്ന ലോകത്തിലെ ഏക സംഘടന എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. 2024 സെപ്റ്റംബർ മാസത്തിലെ മലങ്കര സഭാതാരകയിൽ സ്ത്രീ സംഘടനയുടെ പുരുഷ പ്രസിഡന്റായ തോമസ് മാർ തീത്തോസ് മെത്രാച്ചൻ സേവികാസംഘ വാചത്തെക്കുറിച്ചും സേവികാസംഘ ദിനത്തെക്കുറിച്ചും വിചാരദീപ്തി എന്ന ഹെഡിങ്ങിന് താഴെ ദൈവരാജ്യ ശുശ്രൂഷയുടെ മാതൃഭാവം എന്ന ലേഖനം എഴുതിയിരിക്കുന്നു. ഇതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: സെപ്റ്റംബർ ആദ്യ ഞായറാഴ്ച സേവികാസംഘവാരമായും ആദ്യ ഞായർ സേവികാസംഘ ദിനവുമാണ്. എന്ത് വിവരക്കേടാണ് തീത്തോസ് മെത്രാൻ സഭയുടെ ഔദ്യോഗിക നാവിൽ എഴുതിയിരിക്കുന്നത് എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് സേവികാസംഘ ദിനമായി സഭ ആചരിക്കുന്നത്. ഇതുപോലും അറിയാത്ത മെത്രാനാണ് സേവികാസംഘത്തിൻ്റെ പ്രസിഡന്റ് എന്നത് തികച്ചും ലജ്ജാകരമായ കാര്യമാണ്, വിശ്വാസികൾ പറയുന്നു. 2024 സെപ്റ്റംബർ 1 തീയതി ഞായറാഴ്ചയാണ് തീത്തോസ് മെത്രാൻ്റെ കണക്കിൽ സേവികാസംഘ ദിനം. എത്ര പരിതാപകരം! സ്ഥലകാല ബുദ്ധി നഷ്ടപ്പെട്ടോ? വിശ്വാസികൾ ചോദിക്കുന്നു. വിശ്വാസ സമൂഹം പറയുന്നത്, റോമിൽ പോയി പോപ്പിനെ കാണുന്നു എന്ന ചിന്ത മനസ്സിൽ കയറിക്കൂടിയത് കാരണം മെത്രാന് സ്ഥലകാലബോധം നഷ്ടപ്പെട്ടിരിക്കാം എന്നാണ്. സേവികാസംഘ ദിനമറിയാത്ത സേവികാസംഘം പ്രസിഡന്റ്, എത്ര ലജ്ജാകരമായ സംഗതി! പക്ഷേ മെത്രാൻ വിവരക്കേട് എഴുതി നൽകിയാലും ടൈപ്പ് ചെയ്തപ്പോഴും പ്രൂഫ് നോക്കിയപ്പോഴും ഈ ഗുരുതര തെറ്റ് എന്തേ ബന്ധപ്പെട്ടവർ കണ്ടുപിടിച്ചില്ല? തികച്ചും ഉത്തരവാദിത്തമില്ലായ്മ എന്നല്ലാതെ മറ്റെന്തു പറയാൻ? ഇപ്പോഴേ ഇങ്ങനെയായാൽ, പെർഫെക്റ്റ് അല്ലാതായാൽ കുറച്ച് കഴിയുമ്പോൾ എന്താകും അവസ്ഥ? വിശ്വാസികൾ ചോദിക്കുന്നു. സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൻ്റെ ചുമതല മാർത്തോമാ മെത്രാപ്പൊലീത്തയ്ക്കു മാത്രമായി നിജപ്പെടുത്തിയാൽ ഇത്തരം വിവരക്കേട് എഴുതുന്ന മെത്രാന്മാരുടെ തെറ്റിദ്ധാരണ പരത്തുന്ന ലേഖനങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് വിശ്വാസികളുടെ അഭിപ്രായം. ചിരിവരാത്ത തമാശകൾ, അതും സന്ദർഭത്തിന് യോജിക്കാത്തത് മാത്രം പറഞ്ഞ് ഒരു കൊമേഡിയനാകാതെ വിശ്വാസ ജനത്തിൻ്റെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റവും വ്യാജ സ്നേഹപ്രകടനവും മെത്രാൻ ഒഴിവാക്കണം എന്നാണ് വിശ്വാസികളുടെ ആവശ്യം. മാസം 3 കഴിഞ്ഞിട്ടും ആർക്കും മിണ്ടാട്ടമില്ല. മിണ്ടിയാൽ മെത്രാൻ പിണങ്ങും. ഈ അതിരുകടന്ന മെത്രാൻ ഭക്തി നിമിത്തം സഭാതാരകയിൽ പോലും ഗുരുതരമായ തെറ്റുകൾ കടന്നു വന്നിരിക്കുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ ആരും എന്ത് വിവരക്കേടും പറയും, എഴുതും. മാറണം, മാറ്റം വരണം, മറ്റൊന്നും പറയാനില്ല.